അദ്ദേഹം നോക്സെങ്ങിനെയും കുടുംബത്തെയും തന്റെ മുന്നിൽ വരുത്തി. ഈ പുതിയ വിശ്വാസം ഉപേക്ഷിക്കുവാൻ അവൻ ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് വഴങ്ങാതെ നോക്സെങ് ധീരമായി പ്രഖ്യാപിച്ചു, ഞാൻ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു, ഇനി പിന്നോട്ടില്ല. അതിന് പ്രതികരണമായി ഗോത്രത്തലവൻ അവന്റെ കുട്ടികളെ കൊന്നുകളഞ്ഞു. തന്റെ കുഞ്ഞുങ്ങൾ മുന്നിൽ പിടഞ്ഞു മരിക്കുമ്പോഴും നോക്സെങ് ഉറച്ചു നിന്നു. തന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ ഒരവസരം കൂടെ നൽകിയപ്പോൾ നോക്സെങ് പറഞ്ഞു, എന്നോടൊപ്പം ആരുമില്ലെങ്കിലും ഞാൻ പിന്തിരിയുകയില്ല. ശൂഭിതനായി ഗോത്രത്തലവൻ നോക്സെങ്ങിന്റെ ഭാര്യയെയും കൊന്നുകളഞ്ഞു. ഈ വിശ്വാസം തള്ളിപ്പറയാൻ ഒരു അവസരം കൂടെ നോക്സെങ്ങിന് കൊടുത്തു. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ലോകം എന്റെ പിന്നിൽ, ക്രൂശ് എന്റെ മുന്നിൽ, ഇനി പിന്നോട്ടില്ല. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും പാഞ്ഞടുത്ത ഒരമ്പ് അവന്റെ ജീവൻ എടുത്തിരുന്നു. ഈ ആത്മാർത്ഥ വിശ്വാസം കണ്ട് ഗോത്രത്തലവൻ വിസ്മയിച്ചു. യേശുവിനോടുള്ള നോക്സെങ്ങിന്റെ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെട്ട് പിന്നീട് അദ്ദേഹം യേശുവിനെ പിന്തുടരുവാൻ തീരുമാനിച്ചു. ഇതോടെ മുഴുവൻ ഗോത്രവാസികളും യേശുവിനെ സ്വീകരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഭാരതീയ മിഷണറി സാധു സുന്ദർ സിംഗ് ഈ കഥ കേട്ട് നോക്സെങ്ങിന്റെ വാക്കുകൾ ഒരു ഗീതമാക്കി. ഇത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ത്യാഗത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും പ്രതീകമായി ഇന്നു ഈ ഗാനം ലോകമെമ്പാടും പാടുന്നു. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. The world behind me, the cross before